മാവിലൊക്കെ ഇങ്ങനെ മാങ്ങ തൂങ്ങി കിടക്കണ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെയാണല്ലേ. നല്ല ബൾബ് പോലെ ഇരിക്കും അകലേന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത്. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ആദ്യം പോകുന്നത് മാവിലേക്കാട്ടോ എൻ്റെ കണ്ണ്. ഒരു പ്രത്യേക ഭംഗിയാണ് ആ നിലാവട്ടത്ത് ഇങ്ങനെ ആ മാവ് അങ്ങനെ നിൽക്കണ കാണാനായിട്ട്. രാവിലെ തന്നെ പപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാങ്ങ പറിക്കണം ഉപ്പിലിടാനായിട്ട്. അതുകൊണ്ട് വലത്തൊട്ടി ഉണ്ടാക്കാനായിട്ടുള്ള പരിശ്രമമാട്ടോ പപ്പയുടെ. പണ്ടെപ്പോഴോ ഇവിടെ ഉപയോഗിച്ചിട്ടിരുന്ന ഒരു വലയാട്ടോ പപ്പ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇതിൽ പറക്കം ചെന്ന വലയായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുറുക്കുമ്പോഴേക്കും ഒരു വശം ഇങ്ങോട്ട് കീറിപ്പോരും. അങ്ങനെ കീറിപ്പോറിന ഭാഗം ഞാനെടുത്ത് നേരെ എൻ്റെ ഓർക്കിഡിന് സെക്യൂറായിട്ട് കെട്ടിവെക്കിട്ടോ. കിണറിന് ഇതേപോലെ ഒരു ഗ്രില്ല് ചെയ്തിട്ടേക്കണ കാരണം അതിൻ്റെ ഒത്ത നടുക്ക് പോയിരുന്നിട്ടാട്ടോ ഒരുത്തൻ ഈ മാവിലായിരുന്നു ചവയ്ക്കണത്. ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓടിച്ചവിടെ നിന്ന് വിട്ടിട്ടു. മാവിൻ്റെ ഇല വെച്ച് പല്ല് വെച്ച് കഴിഞ്ഞാൽ പല നല്ലോണം വെളുക്കും, ഞങ്ങളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉള്ള മാവിൻ്റെ ഇല മൊത്തം അവനിങ്ങനെ പറിച്ചെടുക്കായിരുന്നു. പല്ല് തേക്കാല്ല, വെറുതെ ചവച്ചരിക്കുക എന്നുള്ളതാണ് അവൻ്റെ മെയിൻ ഹോബി എന്നുള്ളത്. അങ്ങ് പറിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് വലത്തോട്ടേക്ക് പപ്പ ഇവിടെ നിന്ന് സെറ്റ് ആക്കിയിട്ടിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഹോളൊക്കെ ഉള്ള ആ ഭാഗത്ത് ഇതേപോലെ കെട്ടി വെച്ചിട്ടു. അതാകുമ്പോൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും വലത്തോട്ടേക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നേരെ ലാഡറായിട്ട് നമുക്ക് വർക്കയുടെ മുകളിൽ പോകണം കേട്ടോ. മാങ്ങ പറിക്കാനായിട്ട് കുറച്ചൊക്കെ ശ്രമിച്ചെങ്കിലും നമ്മുടെ ആ വലത്തൊട്ടിയിലേക്ക് മാങ്ങ ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് വീഴുന്നില്ല. എന്തോ എവിടെയൊക്കെയോ തകരാറുള്ള പോലെ. പിന്നെ ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഞെക്കിയും വളച്ചൊക്കെ വെച്ച് നോക്കി. അപ്പോഴും പണ്ടത്തെ ചങ്ങല തെങ്ങുമ്പോ എന്ന പോലെ തന്നെ അത് ശരിയായില്ല. പിന്നെ നിനക്ക് മാങ്ങ പറിക്കാൻ അറിയില്ല, ഞാൻ പറിക്കാം എന്നും പറഞ്ഞിട്ട് പപ്പ കയറിയിട്ടോ. അപ്പോഴും പഴയ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പറിക്കണ മാങ്ങ നേരെ താഴേക്കായിട്ട് പോണത്, നമ്മുടെ വലയുടെ ഉള്ളിലേക്ക് വീണില്ല. എന്തായാലും പപ്പ കഷ്ടപ്പെട്ട് ചെയ്തല്ലേ, ആ വലയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പറിച്ചിട്ട് ആ ഉദ്ഘാടനം അങ്ങോട്ട് നിർവഹിച്ചിട്ടു. അതുകൊണ്ട് മാങ്ങ നമ്മുടെ വലയിലേക്ക് വീഴുന്നില്ല എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാട്ടോ എന്തോ ഒന്നിൻ്റെ ഒരു കുറവുണ്ടെന്ന് മനസ്സിലായത്. നേരെ പോയി ഒരു കൊമ്പെടുത്ത് അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഇങ്ങോട്ട് കെട്ടിവെച്ചു. സംഭവം സെറ്റായി. ആ ഒരു കൊമ്പിൻ്റെ കുറവായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായത്. അങ്ങനെ ഒടുവിൽ നമ്മുടെ വലത്തൊട്ട് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടോ. മാങ്ങ പറിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ആ വലയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് വീണു. എന്തായാലും 2-3 മാങ്ങ ഞങ്ങൾ പറിച്ചെടുത്തുള്ളൂ, മൊത്തമായിട്ട് പറിച്ചെടുത്തില്ല. വലത്തൊട്ടിയുടെ ഉള്ളിലേക്ക് മാങ്ങ വീണ കണ്ടപ്പോൾ തന്നെ പപ്പ നല്ല ഹാപ്പിയായി. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വലത്തൊട്ടി അങ്ങനെ സെറ്റായില്ലോ എന്നുള്ള ഒരു ഹാപ്പി ആയിട്ട് പപ്പയ്ക്കുള്ളത്. തൊട്ടിയിൽ വീണ 3 മാങ്ങയും അതേപോലെ തന്നെ താഴെ വീണ കുറച്ച് മാങ്ങയൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് പോയിട്ടു. മാങ്ങ പറിക്കാനിടയിൽ നല്ല പഴുത്ത മാങ്ങ കിടക്കണ്ടായിരുന്നു. അത് പപ്പ വേഗം പറിച്ചെടുത്ത് മോൾക്ക് ഇങ്ങോട്ട് കൊടുത്തിട്ടോ. അവളായിരുന്നു അടുത്തുണ്ടായത്. എനിക്ക് കിട്ടിയില്ല പാപ്പ എന്നും പറഞ്ഞിട്ട് പരാതി പറഞ്ഞു വന്നതാണ് മോൻ അവിടെ നിന്ന്. അക്കപ്പുറത്തുനിന്ന് അത്യാവശ്യം നീളമുള്ള ഒരു കയറ് കിട്ടിക്കൊണ്ട് ആശാൻ നേരെ താഴേക്ക് വന്നിട്ടോ. ഇനിയിപ്പോൾ ആ കയറ് വെച്ചായിരിക്കും ഇന്നത്തെ മൊത്തം കളി എന്ന് പറയുന്നത്. മാങ്ങ തിന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്ക് അകത്തേക്ക് എന്തായാലും അവരെ കയറ്റാൻ പറ്റില്ല. ആ മാങ്ങയുടെ ചാറ് മൊത്തം വീടിനുള്ളിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. ഈച്ചയുടെ ശല്യം പിന്നെ പറയണ്ട. ചക്ക മാങ്ങ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈച്ച വീട്ടിൽ നിന്ന് പോവേയില്ല. പോരാത്തേന് ഇതേപോലെയുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ടല്ലോ പൂരം. ഇനി നമ്മുടെ തോട്ടി ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ബാക്കിയുള്ള മാങ്ങ മൊത്തം പറിച്ചെടുക്കാനായിട്ട്. അമ്മാമ ഉണ്ടായിരുന്നെങ്കിൽ ഈ മാങ്ങയെല്ലാം ഇതിന് മുന്നേ പറിച്ച് ഉപ്പിലിടുകയും അച്ചാറിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അമ്മാമ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കണത്. ഈ കാണുന്ന മാങ്ങയെല്ലാം പറിച്ച് നെയ്ബേഴ്സിനും റിലേറ്റീവ്സിനും കൊടുത്തിട്ട് ബാലൻസ് വരുന്നത് നമ്മൾ ഉപ്പിലിടും. അപ്പോൾ ഓക്കെ, ബൈ.